ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. നമ്മൾ ഏതാണ്ട് 425 ശ്ലോകങ്ങൾ നോക്കിയില്ലേ. 423 മുതൽക്കൊന്ന് വായിച്ചു നോക്കാം. വിദ്യാഫലം സ്യാദ് അസതോ നിവൃത്തി പ്രവൃത്തിരജ്ഞാനഫലം തദീക്ഷിതം. തജ്ഞാജ്ഞയോർയൻ മൃഗതൃഷ്ണികാതോ നോ ചേദ്വിദാം ദൃഷ്ടഫലം കിമസ്മാദ്. അജ്ഞാനഹൃദയഗ്രന്ഥേഃ വിനാശോ യദ്യശേഷതഃ. അനിച്ചോർവിഷയഃ കിം नु പ്രവൃത്തേ കാരണം സ്വതഃ. വാസനാനുദയോ ഭോഗ്യേ വൈരാഗ്യസ്യ തദാവതിഃ. അഹം ഭാവോദയാഭാവോ ബോധസ്യ പരമാവതിഃ. ലീനവൃത്തേരനുപ്രാപ്തിഃ മര്യാദോ പരതേസ്തു സഹ. അപ്പോൾ വിദ്യയുടെ ലക്ഷ്യം എന്നുള്ളത് എന്താണ്? വിദ്യ ഉണ്ടായെങ്കിൽ എന്താ? വിദ്യാഫലം സ്യാത് അസതോ നിവൃത്തി. അസതഃ അസത്തിൽ നിന്നുള്ള നിവൃത്തി എന്ന് വെച്ചിട്ടുണ്ടായെങ്കിലോ അല്ലേ, പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഇല്ലാതെ സത്യം ബോധിക്കുന്നു. അതാണ് വിദ്യയുടെ ഫലം. പൂർണ്ണമായും അസത്തിൻ്റെ നാശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിൽ നിന്നും പിൻവാങ്ങി, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ പൂർണ്ണമായിട്ട് നീങ്ങി. ഇനി പ്രവൃത്തിയാണ് എങ്കിലോ അജ്ഞാനഫലം അല്ലേ. ഈ ബഹിർമുഖതയുടെ പിന്നാലെ എങ്ങനെ പായുക എന്നുള്ളതാണ് അജ്ഞാനത്തിൻ്റെ ഫലം എന്നുള്ളത് പ്രവൃത്തിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടു, അതായത് ഹൃദയഗ്രന്ഥി നാശം പൂർണ്ണമായിട്ടും. ഹൃദയഗ്രന്ഥി നാശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താതാത്മ്യനാശം പൂർണ്ണമായിട്ടും സംഭവിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈരാഗ്യത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത് വാസന ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വാസന ഉണ്ടാകുന്നില്ല, അതാണ് വൈരാഗ്യത്തിൻ്റെ പൂർണ്ണത. വാസനകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വൈരാഗ്യത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത്. വാസനാൻ അനുദയോ ഭോഗ്യേ വൈരാഗ്യസ്യ തദാവതിഃ. അഹം ഭാവോദയാഭാവോ ബോധസ്യ പരമാവതിഃ. അഹംഭാവ ഇല്ലായ്മ, അതാണ്
ജ്ഞാനം പൂർണ്ണമായി എന്നുള്ളതിന് ഉള്ള തെളിവ് എന്താണ്? അഹങ്കാരം ഉദയം ചെയ്യുന്നില്ല. അഹങ്കാരം പൂർണ്ണമായിട്ടും ലയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അഹങ്കാരം പൂർണ്ണമായിട്ട് അഹങ്കാര നാശം തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയോ മനസ്സ് സ്വരൂപത്തിൽ ലയിക്കുന്നു, അതൊരിക്കലും ബഹിർമുഖമാകുന്നില്ല. ഇതൊക്കെയാണ് അവിദ്യയുടെ ഫലം. സംസാരമാണ്. അതേസമയത്ത് വിദ്യയുടെ ഫലമാണ് എങ്കിലോ ആ സംസാരത്തിൽ നിന്നുമുള്ള നിവൃത്തിയാണ് വിദ്യയുടെ ഫലം. അതായത് പ്രവൃത്തിക്ക് വിപരീതമാണ് നിവൃത്തി എന്നുള്ളത്. പ്രവൃത്തിയുടെ ഓപ്പോസിറ്റാണ് നിവൃത്തി. അപ്പം നിവൃത്തി എന്നുള്ളത് പൂർണ്ണമായിട്ടുമുള്ള ശാന്തിയാണ്. പ്രവൃത്തിയാണ് എങ്കിലോ എപ്പോഴും നമ്മൾക്ക് ഇങ്ങനെ ഈ സംസാരത്തിൽ പല കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുടുംബത്തിലാണെങ്കിൽ തന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് അഡ്ജസ്റ്റ് ചെയ്യും, അവരെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവരെ ദേഷ്യം പിടിപ്പിക്കാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രവുമല്ല, എനിക്ക് സുഖം വേണം എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്ന് സുഖത്തിൻ്റെ പുറമെ സുഖം തേടി പരക്കം പായലാണ്, സുഖത്തിൻ്റെ പിന്നാലെ പരക്കം പായലാണ്. അതിൽ നിന്നൊക്കെ ഉള്ള നിവൃത്തിയാണ് സംസാര ഉപരതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇനി വൈരാഗ്യം, ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേരണമെങ്കിൽ അല്പസ്വല്പം വൈരാഗ്യമൊന്നും ഇല്ലാതെ ഒരാൾ പോലും ഒരു ഗുരുവിൻ്റെ അടുത്ത് അദ്ദേഹത്തെ അറിയുപോലുമില്ല, അല്ലേ? അല്പസ്വല്പം വൈരാഗ്യമൊന്നും ഇല്ല എങ്കിൽ ഈ തരത്തിലുള്ള എന്താ പറയുക, ഒരു സ്വാമിയെയോ മറ്റോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുച്ഛമായിരിക്കും, അല്ലേ? അപ്പോൾ അല്പസ്വല്പം വൈരാഗ്യമൊക്കെ ഉള്ളവരാണ് ഇതിനെ ഒന്ന് അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ കുറച്ച് വൈരാഗ്യമൊക്കെ വേണം ഗുരുവിൻ്റെ അടുത്ത് എത്തിച്ചേരാനായിക്കൊണ്ടിട്ട്. ഇപ്പോൾ വൈരാഗ്യത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത് വാസനയുടെ അഭാവമാണ്. അതായത് വിഷയങ്ങളുണ്ട് എങ്കിലും വിഷയങ്ങൾക്ക് നടുവിലാണ് എങ്കിലും ഇനി വിഷയങ്ങൾക്ക് നടുവിലാണ്, എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ഒരാളും അവിടെ അറിയാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ വിഷയങ്ങളുടെ പിന്നാലെ പോകാത്തത് ലോകം എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടും ഉണ്ട്, അല്ലേ? പല ഈ വേഷവും ഒക്കെ അതിനൊരു സൗകര്യം ചെയ്തു തരികയാണ്. ലോകം എന്ത് വിചാരിക്കും, ഞാനൊരു ബ്രഹ്മചാരിണിയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും ഈ വിഷയങ്ങളുടെ പിന്നാലെ ഇതൊന്നുമല്ല. വിഷയങ്ങളുണ്ട്, കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും വിഷയഭോഗവാസന പൂർണ്ണമായിട്ട് നിലച്ചു. മനസ്സിൽ അതിനോട് ഒരു തരത്തിലുള്ള ആഭിമുഖ്യവും ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ ഒരവസ്ഥയാണ് വാസന പൂർണ്ണമായിട്ട് നിലച്ച ഈ ഒരവസ്ഥയാണ് വൈരാഗ്യത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് അഹങ്കാരം ഉദിക്കാതിരിക്കാനുള്ള അവസ്ഥ, അഹങ്കാരവും പൂർണ്ണമായിട്ടും അസ്തമിച്ച അവസ്ഥ. ഇനിയോ അഹങ്കാരം പൂർണ്ണമായിട്ടും അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അനാത്മ വസ്തുക്കളുമായിട്ടുള്ള താതാത്മ്യം ഇല്ലാണ്ടായി. ഉപരതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പൂർണ്ണമായിട്ടും മനസ്സ് ആത്മാവിൽ ലയം പ്രാപിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെയാണ് എന്തെന്ന് നമ്മൾ പറയുക, മുക്തനാണെന്ന് പറയുക. ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിതപ്രജ്ഞൻ, അല്ലേ? ഗുണാതീതൻ, സ്ഥിതപ്രജ്ഞൻ, യോഗാരൂഢൻ, ഭക്തൻ, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിൽ നമ്മൾക്കവിടെ മുക്തപുരുഷനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം ഈ ലോകത്ത് വ്യവഹരിക്കുന്നത്, ഈ ലോക വ്യവഹാരവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോഴെങ്ങനെയാണ് എന്നതിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് സ്ഥിതപ്രജ്ഞനെ കാണുന്നത് വേറൊരു ഭാവമാണ്. അതായത് പൂർണ്ണമായിട്ടും ബ്രഹ്മലീനമായിട്ടുള്ള അല്ലെങ്കിൽ സ്വരൂപത്തിൽ മുഴുകിയിരിക്കുന്ന ആത്മാവിൽ ലീനമായിട്ടുള്ള ഒരവസ്ഥ, ബ്രഹ്മാനുഭവത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ മുക്തനെ എങ്ങനെ നമ്മൾക്ക് തിരിച്ചറിയാം? മുക്തനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെയാണ് അതായത് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. 426 മുതൽക്കാണ് കേട്ടോ ഇന്ന് തുടങ്ങേണ്ടത്. ബ്രഹ്മാകാരതയാം സദാ സ്ഥിതതയാം ബാഹ്യാർത്ഥദീഹി അന്യാവേദിതഭോഗ്യ
ഭോഗകലനോ നിദ്രാലുവത് സ്വപ്നാലോകിതലോകവത് ജഗതിതം പശ്യൻ ക്വചിൻ ലബ്ധധീഹി ആസ്തേ കശ്ചിദനന്ദ പുണ്യഫലഭുക് ധന്യഃ സമാന്യോ ഭുവി ബ്രഹ്മാകാരതയാ സദാ സ്ഥിതതയാ നിർമുക്തബാഹ്യാർത്ഥധീഹി അന്യാവേദിതഭോഗ്യ ഭോഗകലനാ കലനഃ നിദ്രാലുവത് സ്വപ്നാലോകിതലോകവത് ജഗതിതം പശ്യൻ ക്വചിത് ലബ്ധധീഹി ആസ്തേ കശ്ചിദനന്ദ പുണ്യഫലഭുക് ധന്യഃ സമാന്യോ ഭുവി. ധന്യഃ സഹ മാന്യഃ ഭുവി. ഭുവി ധന്യഃ സഹ മാന്യഃ ഭുവി. ഭുവി ഈ ഭൂമിയിൽ, ഈ ലോകത്ത്. ധന്യഃ സഹ അദ്ദേഹം ധന്യനാണ്. ആരാണ് ധന്യൻ? ആരാണ് ധന്യൻ എന്നുള്ളത് ആചാര്യ ഭഗവാന്റെ തന്നെ ഒരു ധന്യാഷ്ടകമുണ്ട്. യജ്ഞാനം തജ്ഞാനം പ്രശമകരം യദിന്ദ്രിയാണാം തജ്ഞേയം യദുപനിഷത്സു നിശ്ചിതാർത്ഥാഃ തേ ധന്യാ ഭുവി പരമാർത്ഥനിശ്ചിതേഹ ശേഷാസ്തു ഭ്രമനിലയേ പരിഭ്രമന്തഃ. കറക്റ്റാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ധന്യാഷ്ടകത്തിൽ ആചാര്യ ഭഗവാൻ ഏതാണ്ട് 8 ശ്ലോകങ്ങളിലായിട്ട് ആരാണ് ധന്യൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ആചാര്യ ഭഗവാൻ പറയുന്നു, സഹ മാന്യഃ സഹ ധന്യഃ, അദ്ദേഹമാണ് ധന്യൻ. ധന്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? സാഫല്യം, ജീവിതത്തിൻ്റെ സാഫല്യം നേടിയ ആളെയാണ് ധന്യൻ എന്നൊക്കെ പറയുക. അപ്പോൾ സാഫല്യം നേടിയ ധന്യനാണ്. ആരാ അദ്ദേഹം? മാന്യനാണ്. മാന്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലേ, വിഷ്ണു സഹസ്രനാമത്തിൽ ഗുരുവായൂരപ്പൻ്റെ നാമമുണ്ടല്ലേ, അമാനി മാനദോ മാന്യോ. മാന്യനാണ് ഭഗവാൻ, മാന്യനാണ്. ഭഗവാൻ മാന്യനാണെന്നുള്ളതിന് എന്താ അർത്ഥം? മാനദഹ, മാനത്തെ കൊടുക്കുകയും കൂടെ ചെയ്യും. മറ്റുള്ളവരെ മാനിക്കും അല്ലേ. ഭക്തന് മാനത്തെ കൊണ്ട് കൊടുക്കും. മാനത്തെ കൊടുക്കുന്നവനാണ്, അല്ലെങ്കിൽ ഭക്തൻ്റെ മാനം കീപ്പ് ചെയ്യുന്നവനാണ്. അങ്ങനെ മാനദഹ, മാന്യോ, അമാനി എന്നൊക്കെ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിൽ പര്യായങ്ങൾ കാണാം, നാമങ്ങൾ കാണാം. അതുപോലെ ഇവിടെ സഹമാന്യഃ, അദ്ദേഹം മാന്യനാണ്. മാന്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വളരെ പൂജ്യനാണ്, വളരെ ആരാധ്യനാണ്. എന്നിട്ടോ ആസ്തേ കശ്ചിത് അനന്ത പുണ്യ ഫലഭുക് ധന്യഃ. കശ്ചിത് എന്ന് പറഞ്ഞിരിക്കണം, അവസാനത്തെ ലൈനാണ് കേട്ടോ നമ്മൾ അർത്ഥം പറഞ്ഞു വരിക. കശ്ചിത് വളരെ ദുർലഭമായിട്ടുള്ള, ഇത്തരത്തിലുള്ള ഒരാൾ വളരെ ദുർലഭമാണ്. ഏതോ ഒരാൾ, ആരോ ഒരുവൻ, അത്രേ ഉള്ളൂ. കശ്ചിത് വളരെ ദുർലഭമാണ്. ഇനിയോ അനന്ത പുണ്യ ഫലഭുക്. അനന്ത പുണ്യ ഫലഭുക്ക്. ഭുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഭുജിക്കുന്നയാൾ, അനുഭവിക്കുന്നയാൾ, ആസ്വദിക്കുന്നയാൾ. എന്താ ആസ്വദിക്കുന്നത്? പുണ്യഫലം. പുണ്യഫലം കുറച്ച് പുണ്യത്തിൻ്റെ വല്ലതാണോ? അല്ലല്ല, അനന്ത പുണ്യഫലഭുക്ക്. അനന്തമായിട്ടുള്ള അനന്ത ജന്മങ്ങളിലൂടെയൊക്കെ ചെയ്ത് കോടിക്കോടി പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, അത് മുഴുവനും ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കുകയാണ്. പുണ്യങ്ങളുടെ ഫലം മുഴുവനും അനവധി ജന്മങ്ങളിലൂടെ ആർജിച്ച അനന്ത പുണ്യം, ആ അനന്ത പുണ്യത്തിൻ്റെ ഫലം മുഴുവനും ആസ്വദിക്കുന്ന അദ്ദേഹമാണ് ധന്യൻ, അദ്ദേഹമാണ് മാന്യൻ. എവിടെ? ഭുവി, ഈ ലോകത്ത്. ആസ്തേ കശ്ചിദനന്ത പുണ്യഫലഭുക് ധന്യഃ സമാന്യോ ഭുവി. അപ്പോൾ അനന്ത പുണ്യഫലഭുക് ധന്യഃ. ഈ ജ്ഞാനം നേടണമെന്നൊരാഗ്രഹം ഉണ്ടാകണമെങ്കിൽ തന്നെ, ഈ ജ്ഞാനത്തെക്കുറിച്ച് കേൾക്കണമെങ്കിൽ തന്നെ വേണം കുറച്ച് പുണ്യം. ഇനി അത് നേടണമെന്ന് ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിനേക്കാളും പുണ്യം വേണം അല്ലേ. മുക്തിർന്നോ ശതജന്മകോടി സുഹൃതേർ പുണ്യേർ വിനാലഭ്യതേ. അല്ലാതെയൊന്നും ഇത് കിട്ടില്ല അല്ലേ. ഒരുപാട് കോടി ജന്മങ്ങളിലൂടെ നാം ആർജിച്ച പുണ്യങ്ങൾ, ഭാഗവതത്തിൽ പറയും, അനവധി കോടി ജന്മങ്ങളിലൂടെ നാം ചെയ്ത സുഹൃതത്തിൻ്റെ
പരിപക്വമായിട്ടുള്ള അവസ്ഥയിലാണത്രേ ഈ ഭാഗ്യം ഉദിക്കുക. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന, അങ്ങനെ പറയാം, ബഹുജന്മ സമാർജിതേന. പോട്ടെ. എന്താ, ഒരുപാട് കാലങ്ങളിലൂടെ നാം ആർജിച്ച പുണ്യങ്ങളുടെയൊക്കെ ആ പരിപക്വമായിട്ടുള്ള ആ അവസ്ഥയിലാണ് ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാകുക. അല്ലെങ്കിൽ അയാൾക്ക് എന്താ ഈ തരത്തിലുള്ള ഒരാഗ്രഹം, ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാഗ്രഹം പോലും ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം എന്താണ്, ബ്രഹ്മാകാരതയാ സദാസ്ഥിതതയ നിർമുക്ത ബാഹ്യാർത്ഥദീഹി. ഇദ്ദേഹം ഇവിടെ ബ്രഹ്മാകാരതയാ സദാസ്ഥിതതയ, സദാ ബ്രഹ്മമായിട്ടിരിക്കുകയാണ്. ബ്രഹ്മാകാരതയാ സദാ, എപ്പോഴും, അതായത് നമ്മളിപ്പോൾ ധ്യാനിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും സദാ ഒരേ വൃത്തിയിൽ തന്നെ നമ്മൾ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കും, അല്ലേ? സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ, അങ്ങനെ, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, അല്ലെങ്കിൽ ഞാൻ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇങ്ങനെയൊക്കെയുള്ള ഒരേ ഒരു വൃത്തി, ഒരേ ഒരു ചിന്തയിൽ മാത്രം നമ്മളുടെ മനസ്സിനെ ലീനമാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് ആ ഒരു വൃത്തിയിൽ, അല്ലെങ്കിൽ അഖണ്ഡാകാര വൃത്തി എന്നാണ് പറയുന്നത്, ആ ഒരു വൃത്തിയിൽ ലീനമാകാനായിട്ട് വളരെ കാലത്തെ അഭ്യാസം കൊണ്ടാണത്. നിരന്തരമായിട്ടുള്ള അഭ്യാസം, വളരെയധികം ആദരവോടുകൂടി നിരന്തരമായിട്ട് അങ്ങനെ അഭ്യസിച്ചെങ്കിൽ മാത്രമാണ് ആ വൃത്തി, അങ്ങനെ തന്നെ ആ വൃത്തിയിൽ തന്നെ മനസ്സ് ഒന്ന് ഇരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടോ ഇവിടെ ആ വൃത്തിയെയും ഇല്ലാതെ, ആ വൃത്തിയും ഉപരമിക്കുന്ന ഒരവസ്ഥയാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ളത്? ആ ബ്രഹ്മാത്മന സംസ്ഥിതി, അത് മാത്രമുണ്ട്, ബ്രഹ്മമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴോ നിർമുക്ത ബാഹ്യാർത്ഥദീഹി, അദ്ദേഹത്തിൻ്റെ ബുദ്ധി എങ്ങനെയായിരിക്കും? ബുദ്ധിയൊക്കെ അവിടെ ഉണ്ട്, ബുദ്ധിയൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ട് നശിക്കണമെങ്കിൽ ഈ ബുദ്ധിയൊക്കെ നശിക്കണമെങ്കിൽ അത് പ്രാരബ്ധം ഉള്ളിടത്തോളം കാലം ഈ അന്ധക്കരണമൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ എങ്കിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി എങ്ങനെയാണ്? ബഹിർലോക വിഷയങ്ങളിൽ നിന്നുമൊക്കെ, വിഷയവാസനകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബഹിർമുഖതയിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും വിമുക്തി നേടിയിരിക്കുന്ന ബുദ്ധിയാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തെ ഉണർത്തിച്ച് വിടുന്നില്ല. അതേ പോയി അടുത്തത് വാങ്ങിക്കൊണ്ട് വരൂ, അല്ലെങ്കിൽ ഇന്നത് എടുക്കൂ, അല്ലെങ്കിൽ ഇന്നത് വേണം എന്നൊന്നും പറഞ്ഞ് ഒരു തരത്തിലും ബഹിർമുഖതയിലേക്ക് ഓടിക്കുന്നില്ലാത്ത ബുദ്ധിയാണത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണിത്. ലോകവിഷയ ചിന്ത ഇല്ലാത്ത ഒരു നിമിഷം എന്നുള്ളത് നമ്മൾക്ക് അന്യമാണ്. നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നമ്മുടെ വിചാരം എന്താണ്? ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ആളുകൾ, നമ്മൾ ഉൾപ്പെടുന്ന ആളുകളാണ്, എന്തിനിപ്പോൾ വേറെ നമ്മളെ മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത്. ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുക, ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിൽ വന്ന് തിരക്കും, ഇന്ന് ഡിന്നർ എന്താണ്? ചിലവർ നാളത്തേക്കുള്ളത് കൂടെ തിരക്കി വയ്ക്കുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളുടെ ചിന്ത ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നാളെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വേണ്ടിയിട്ട്, ഇപ്പോൾ വീട്ടമ്മമാരൊക്കെയാണ് എങ്കിൽ ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ നാളത്തേക്കുള്ള പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഉറക്കത്തിൽ പോലും നമ്മളുടെ ചിന്ത ഈ ലോക വിഷയങ്ങൾ, അല്ലാതെ ബ്രഹ്മമാണെന്ന് ഉണ്ടാവും കേട്ടോ സുഹൃതികളൊക്കെ. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ നോക്കൂ, ബ്രഹ്മാകാരതയാ സദാ സ്ഥിതതയാ നിർമുക്ത ബാഹ്യാർത്ഥദീഹി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ലോകമേ ഇല്ല, ജ്ഞാനത്താൽ മഗ്നനായിട്ടുള്ള ആ ഒരു ഇരിപ്പാണ്. കണ്ടുവല്ലോ അല്ലേ ഫസ്റ്റ് ലൈൻ, ബ്രഹ്മാകാരതയാ സദാ സ്ഥിതതയാ നിർമുക്ത ബാഹ്യാർത്ഥദീഹി അന്യാവേദിത ഭോഗ്യ ഭോഗകലനഃ നിദ്രാലുവത് ബാലവത്. ഇനി അങ്ങനെ ജ്ഞാനത്താൽ അങ്ങനെ മഗ്നനായിട്ട് ഇരിക്കുമ്പോൾ ഈ ശരീരധാരണത്തിനായിക്കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ ശരീരം ഭക്ഷണം കഴിച്ച് നിലനിർത്തേണ്ട ഒന്നാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യും? അപ്പോൾ ആരെങ്കിലും അന്യ ആവേദിത ഭോഗ്യ ഭോഗകലനഃ, മറ്റുള്ളവർ ഭക്ഷണമൊക്കെ കൊണ്ടുവരും.
കാരണം പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, ഇത്തരത്തിൽ സർവവും മറന്നിരിക്കുന്ന ജ്ഞാനികളെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം പ്രകൃതി ഏറ്റെടുക്കും. അല്ലെങ്കിൽ ഈശ്വരനാണ്, ഈശ്വരൻ മറ്റുള്ളവരിലൂടെ തോന്നിപ്പിക്കും. എന്നിട്ടോ ഭക്ഷണമൊക്കെ രാമകൃഷ്ണദേവൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം ഇങ്ങനെ ആ ഒരു ആ ഒരു ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ, അലൗകികമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തെ ഈ ലോകത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ രസഗുളയോ സ്വീറ്റ്സൊക്കെ കൊണ്ടേ വെക്കുമായിരുന്നു അത്ര. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തെയും അന്യ ആവേദിത ഭോഗ്യ ഭോഗകലനഹ, മറ്റുള്ളവരാൽ ആണ് ഭക്ഷണമൊക്കെ കൊണ്ടുവരിക. പിന്നെ അടുത്ത വിശേഷണം പറഞ്ഞിരിക്കുന്നത് നിദ്രാലുവത് ബാലവത്. ഈ കൊച്ചുങ്ങളെയൊക്കെ ചിലപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിന് വല്ലതുമൊക്കെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറക്കത്തിലിരുന്ന് കഴിക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അതിനെ അമ്മ മുഖമൊക്കെ കഴിയിക്കും, അപ്പോഴും അത് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം അല്ലേ, നല്ല ഉറക്കം വളരെ ഉള്ള കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉറങ്ങി ഓരോന്നൊക്കെ പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ ഉറങ്ങി പാലൊക്കെ കുടിച്ചിട്ട് അങ്ങനെ തന്നെ ഉറക്കത്തിൽ ചിരിക്കുകയും കൂടെ ചെയ്യുന്ന കാണാം അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് നിദ്രാലുവത് ബാലവത്, അതുപോലെ ശരീരം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ എവിടെയാണെന്നോ എന്നൊന്നും അറിയില്ല. ബാലവത, ആരെങ്കിലും കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം, കുഞ്ഞിനറിയില്ല ഭക്ഷണം എപ്പോൾ വേണം, എന്തുമാത്രം വേണം എന്നൊന്നും കുഞ്ഞിനറിയില്ല. വത്ത് എന്ന് വെച്ചാൽ പോലെ, ബാലവത് ബാലനെ പോലെ, അല്ലാതെ കുഞ്ഞിൻ്റെ സ്വഭാവമൊന്നും ആയിരിക്കില്ല കേട്ടോ. എല്ലായ്പ്പോഴും ഇങ്ങനെയായിരിക്കും, ലോകത്തെ ഒന്നും അറിയ പോലും ഇല്ലേ എന്നാണെങ്കിൽ സ്വപ്നാലോകിത ജഗതിദം, ഈ ജഗത്ത് മുഴുവനും പശ്യൻ ക്വചിത് ലബ്ധതീ, വല്ലപ്പോഴും ഒക്കെ ഈ ലോകത്തെ കാണുന്നു. അതായത് ആത്മാവിൽ അന്തർലീനമായിട്ടുള്ള ബുദ്ധി എപ്പോഴെങ്കിലുമൊക്കെ ഉണർന്നു വരുമ്പോൾ ഈ ലോകത്തെ അദ്ദേഹം കാണുന്നു, അറിയുന്നൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഇതാണ് സ്വപ്നാലോകിത ലോകവത്, സ്വപ്നം കാണുന്നത് പോലെ അല്ലേ. സംസാര സ്വപ്നതുല്യോ ഹി രാഗദ്വേഷാദിസങ്കുലഃ സ്വകാലേ സത്യബദ്ഭാതി പ്രബോധേ സത്യസദ്ഭവേത്. എങ്ങനെയാണ് ഈ സംസാരം എന്നുള്ളത് സ്വപ്നതുല്യമാണ്, അത് അദ്ദേഹം അനുഭവിക്കുകയാണ്. സ്വപ്നം കാണുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഉണർന്നാൽ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സ്വപ്നമാണെന്ന് തോന്നുകയുള്ളൂ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ സ്വപ്നത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ് ഉണരുക, വേറൊരു സ്വപ്നത്തിലേക്കാണ് ഉണരുക അല്ലേ. എന്നിട്ട് നമ്മൾ പറയും അതൊരു സ്വപ്നമായിരുന്നു, വളരെ ഭീകരമായിട്ടുള്ള സ്വപ്നമായിരുന്നു എന്നൊക്കെ. അപ്പോൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മളത് സത്യമായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ. സിനിമ കാണുമ്പോൾ ഈ സ്ക്രീൻ കാണുന്നുണ്ടാകില്ല. സിനിമ കാണുമ്പോൾ അതിൽ സത്യമായിട്ട് അതിലെ കഥാപാത്രങ്ങളുമായിട്ട് താതാത്മ്യം ചെയ്ത് ഇങ്ങനെ അതിൽ ലയിച്ചിരുന്ന് അവസാനം സിനിമ തീർന്നു കഴിയുമ്പോൾ എന്തുണ്ട്, ബാക്കി ഒരു സ്ക്രീൻ മാത്രമുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആ സ്ക്രീൻ ഉണ്ടായിരുന്നു, സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആ സ്ക്രീനാണുള്ളത്, അവസാനിച്ച് കഴിയുമ്പോഴും ആ സ്ക്രീൻ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഈ ലോകം എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുക, അദ്ദേഹത്തിന് സത്യമായിട്ട് ഈ അധിഷ്ഠാന വസ്തുവായിട്ടുള്ള തൻ്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തെ മാത്രമേ അദ്ദേഹം അറിയുന്നുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രമാണ് അദ്ദേഹം, അതിൽ പ്രകടമാകുന്ന കാഴ്ചകൾക്കൊന്നും വലിയ ഒരു സത്യത്വ ബുദ്ധിയൊന്നും കൊടുക്കുന്നില്ല. മാത്രമല്ല അത് സ്വപ്നം എന്നുള്ള പോലെ അദ്ദേഹം കാണുന്നു. ഈ ലോകത്തെ സ്വപ്നം എന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ഈ ലോകം സ്വപ്നം എന്നുള്ള പോലെയാണ്. ഓക്കെ, നമുക്കൊന്നുകൂടി ഇത് വായിക്കാം. ബ്രഹ്മാകാരതയാ സദാ സ്ഥിതതയാ നിർമുക്തബാഹ്യാർത്ഥദീഹി അന്യാവേദിതഭോഗ്യഭോഗകലനഃ നിദ്രാലുവദ്ബാലവത് സ്വപ്നാലോകിതലോകവത് ജഗദിദം പശ്യൻ ക്വചിത് ലബ്ധധീഹി ആസ്തേ കശ്ചിദനന്തപുണ്യഫലഭുക് ധന്യസമാന്യോ ഭുവി. ഈ ശ്ലോകം നമ്മളൊന്ന് കൂടുതൽ വിലയിരുത്തുകയാണ് എങ്കിൽ ഈ ജ്ഞാനം ലഭിക്കുക, അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിനായിക്കൊണ്ടിട്ട് ഒരു ആഗ്രഹം വരിക,
ഇങ്ങനെയൊക്കെ പല തലങ്ങളുണ്ട്. ഭൂമിക എന്ന് പറയും, സപ്തഭൂമിക എന്നൊക്കെ പറയും. അപ്പോൾ ആത്മജ്ഞാനം നേടണം എന്നൊരു ശുഭേച്ഛ, ഒരു ആഗ്രഹം തന്നെ അതുവരെ കിട്ടാൻ വലിയ പാടാണ്. അത് ആകുമ്പോഴേക്കും ആദ്യത്തെ ഭൂമികയിലേ ആകുകയുള്ളൂ. പിന്നെ ഒരു ഗുരുവിനെയൊക്കെ കണ്ടെത്തുക, പിന്നെ ആത്മജ്ഞാനം നേടുക എന്നുള്ളത് ആകുമ്പോഴേക്കും ഒരു നാലാമത്തെയൊക്കെ ഭൂമിക വരും. അതും കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ് ഇങ്ങനെ ബ്രഹ്മാനന്ദത്തിൽ സദാ ലയിച്ച് ലീനമായിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ചിലവർ ആ ഒരവസ്ഥയിൽ വിശപ്പ് വരുമ്പോൾ തനിയെ ഏറ്റുപോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്യാലോകിതലോകവത് ജഗതി, അന്യാലോകിതലോകവത്. ആളുകൾ ഭക്ഷണം കൊണ്ടിക്കൊടുക്കും. കാരണം അദ്ദേഹത്തിന് അറിയില്ല, അത്രമാത്രം ലീനമായിട്ട് ലയിച്ചിരിക്കുകയാണ്. അതിൽ തനിയെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കാതെ വരുന്ന അതൊക്കെ പലതരത്തിലുള്ള തലങ്ങളാണ്. ഒരു സത്യാന്വേഷണം ചെയ്ത് ആ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്ന ഒരു മുനിയുടെ അല്ലെങ്കിൽ ഒരു മഹാത്മാവിൻ്റെ പല തലങ്ങളാണ് കാണാൻ സാധിക്കുക. അപ്പം നമ്മൾ അന്നേരം ഓർക്കും, എല്ലാവരും ഇങ്ങനെയല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഏത് തലത്തിലാണ്, എത്ര വരെ അല്ലെങ്കിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹം പോലും ആ ഒരു തലത്തിലേക്ക് പോലും എത്താത്ത നമ്മൾക്ക് ഇവരുടെ ഈ പല ഉയർന്ന തലങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഒന്നുകൂടി ഈ ശ്ലോകം വായിക്കാം. ബ്രഹ്മാകാരതയാ സദാ സ്ഥിതതയാ നിർമുക്തബാഹ്യാർത്ഥദീഹി അന്യാവേദിതഭോഗ്യഭോഗകലനഃ നിദ്രാലുവത് ബാലവത് സ്വപ്നാലോകിതലോകവത് ജഗതിതം പശ്യൻ ക്വചിത് ലബ്ധധീഹി ആസ്തേ കശ്ചിദനന്തപുണ്യഫലഭുഗ് ധന്യഃ സമാന്യോ ഭുവി. സ്ഥിതപ്രജ്ഞോ യതിരയം യസ്സദാനന്ദമശ്നുതേ ബ്രഹ്മണ്യേവ വിലീനാത്മാ നിർവികാരോ വിനിഷ്ക്രിയഃ. സ്ഥിതപ്രജ്ഞോ യതിരയം യസ്സദാനന്ദമശ്നുതേ ബ്രഹ്മണ്യേവ വിലീനാത്മാ നിർവികാരോ വിനിഷ്ക്രിയഃ. യതിഹി അയം, അയം യതിഹി. യതിഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യാസി എന്നർത്ഥമുണ്ട്. പിന്നെയോ പ്രയത്നം ചെയ്യുന്നയാളാണ് യതി എന്ന് പറയുന്നത്. ഇവിടെ സാധ്യത്തിലെത്തിയ ആളെയാണ് യതി എന്ന് പറയുക, അല്ലാതെ ആ ഒരു സാധന ലെവലിലുള്ള ആളെയല്ല. അയം യതിഹി, ഈ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ലക്ഷ്യത്തിലെത്തിയ ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ അയം യതിഹി സ്ഥിതപ്രജ്ഞഃ. സ്ഥിതപ്രജ്ഞഃ അയം യതിഹി. അദ്ദേഹം എങ്ങനെയാണ്? യഹ സദാനന്ദം അശ്നുതേ, അങ്ങനെയുള്ള ഒരാൾ സദാനന്ദം അശ്നുതേ, നിരന്തരം ആനന്ദം അനുഭവിക്കുന്നു. അനന്തമായിട്ടുള്ള ആനന്ദം നിരന്തരം അനുഭവിക്കുന്നു. നമ്മളൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ പാതിരാത്രി വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്, സുഖത്തിന് വേണ്ടിക്കൊണ്ടാണ്. സുഖായ കർമാണി കരോതി ലോകഃ. എല്ലാവരും ഈ ലോകത്തുള്ള എല്ലാവരും സുഖത്തിനായിക്കൊണ്ടിട്ടാണ് കർമ്മങ്ങൾ ഓരോന്ന് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കും, എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ നേടിയെടുക്കും സുഖം കിട്ടാൻ വേണ്ടിയിട്ട്. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കും, ഇത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സുഖമാകുന്നു. ചിലവർ സന്മാർഗ പാതയിൽ നടക്കും അല്ലെങ്കിൽ ചരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലരോ ഇതിലൂടെ ഒന്നും നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ട് ദുഷിച്ച മാർഗങ്ങളിലൂടെ അല്ലേ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സുഖത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് മുഴുവനും സുഖത്തിനായിക്കൊണ്ടിട്ടാണ്. പക്ഷേ ഇവിടെ യതിയുടെ അവസ്ഥ എന്താണ്? സദാനന്ദം അശ്നുതേ. അദ്ദേഹം സദാ ആനന്ദ സ്വരൂപമായിട്ടിരുന്ന് ആനന്ദത്തെ ഭുജിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ ഇരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക? ബ്രഹ്മണ്യേവ വിലീനാത്മാ, ബ്രഹ്മണിയേവ വിലീനാത്മാ.
അദ്ദേഹം ലീനമായിട്ടിരിക്കുകയാണ്. എവിടെയാണ് ലീനമായിട്ടിരിക്കുന്നത്? ബ്രഹ്മണിയേവ, ബ്രഹ്മത്തിൽ ലീനമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എങ്ങനെ മനസ്സിലായി? ഈ ലീനമാകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞു ചേരുന്നത് പോലെ അദ്ദേഹം അലിഞ്ഞില്ലാതായോ എന്നൊക്കെ ആണെങ്കിലോ, അതായത് ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അനന്ത സ്വരൂപമാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. ഈ തുച്ഛമായിട്ടുള്ള ഈ ശരീരമല്ല, പിന്നെയോ അനന്തമായിട്ടുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവനെയാണ് ഇവിടെ ലീനമാകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ടോ ബ്രഹ്മണ്യേവ വിലീനാത്മാ നിർവികാരഃ വിനിഷ്ക്രിയഃ. നിർവികാരഃ, യാതൊരു തരത്തിലുള്ള വികാരാദികളിലും പെടാതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലത് കേട്ടാൽ സന്തോഷമായി, ചീത്ത കേട്ടിട്ടുണ്ടെങ്കിലോ അതും അറിയാം, ഒന്ന് മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. സുഖമാണ് എങ്കിലും ദുഃഖമാണ് എങ്കിലും ഇവയാലെല്ലാം നമ്മൾ ബാധിക്കപ്പെടും അല്ലേ. ഇന്ന് രാത്രിയിൽ ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് വളരെ ഭിക്ഷയാണ്, ഐസ്ക്രീമൊക്കെ ഉണ്ടോ? അത് കഴിഞ്ഞ് കുറച്ച് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു അല്ലേ. നമ്മൾക്ക് നിരന്തരം ഓരോരോ സുഖമാണെങ്കിൽ സുഖത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ ദുഃഖം. അപ്പോൾ പ്രവൃത്തി അതിനനുസരിച്ചിട്ടുള്ള വിചാരങ്ങളാണ് നമ്മളിലാണ് എങ്കിൽ ഇദ്ദേഹം നിർവികാരനാണ്. നമ്മൾക്ക് ആഗ്രഹിച്ച കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അല്ല എങ്കിൽ വളരെയധികം ദുഃഖം അനുഭവിക്കും. ഇപ്പം ഇദ്ദേഹം നിർവികാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡള്ളായിട്ട് ഇരിക്കുകയാണോ? ഒരു പ്രതികരണവും ഇല്ലാതെ ബൊമ്മ പോലെ ഇരിക്കുകയാണോ? നോ, സദാനന്ദമശ്നുതേ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ നമ്മൾക്ക് എനർജിയാണ്. അങ്ങനെ ഒരു മഹാത്മാവിനെ കണ്ടിട്ടില്ല. കാണുന്നത് തന്നെ അനന്തകോടി പുണ്യം കൊണ്ടേ കാണാൻ പോലും സാധിക്കുകയുള്ളൂ. സ്ഥിതപ്രജ്ഞോരതിരയം യസ്സദാനന്ദമശ്നുതേ ബ്രഹ്മണ്യേവ വിലീനാത്മാ നിർവികാരോ വിനിഷ്ക്രിയഃ. അപ്പം ഇന്ന് നമുക്കിത് നാളെ എടുക്കാം, നമുക്കിതിൻ്റെ ബാക്കി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.